മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ കേസെടുക്കാതെ പോലീസ്. നവരാത്രി ആഘോഷം കഴിയും വരെ കാത്തിരിക്കാൻ വൈദികരോട് പോലീസ് പറഞ്ഞതായാണ് വിവരങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, ക്രൈസ്തവ വിഭാഗത്തിന് നേരെ ഉണ്ടായ അതിക്രമം അത് പോലീസിന്റെ കൺമുന്നിൽ വെച്ച്, എന്നിട്ടും കേസെടുക്കാതെ പോലീസ് ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണ്? ജി.കെ. വൈദികരുമായി നമ്മളിപ്പോൾ സംസാരിച്ചതാണ്. അല്പസമയം മുമ്പ് അവരുമായി സംസാരിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ദുഃഖകരം. 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞിപ്പോൾ 3 ദിവസം കഴിയുമ്പോഴും കേസെടുക്കാനോ പ്രതികളെ പിടികൂടാനോ പോലീസ് തയ്യാറാവുന്നില്ല. പോലീസ് പറയുന്ന ന്യായം, ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്, ആഘോഷങ്ങൾ കഴിയും വരെ അത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല, പ്രതികൾ, അതായത് ഇതിൽ അന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്, പോലീസിന്റെ മൂക്കിന് താഴെ നടന്ന സംഭവമാണ്, അവരൊക്കെ തന്നെ അതിന് പിന്നാലെ ഒളിവിൽ പോയതാണ്, പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തുക എളുപ്പമല്ല തുടങ്ങിയ പലതരം ന്യായങ്ങളാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതുവരെ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വൈദികരാവട്ടെ പോലീസ് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊരു നിലപാടിലാണ്. ഇനി യാതൊരു തരത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നീട് കോടതിയെ സമീപിക്കാം എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ മൂക്കിന് താഴെ SP ഓഫീസിന് മുന്നിൽ നടന്ന സംഭവമായിട്ട് പോലും പ്രതികളെ പിടികൂടാനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നേരത്തെ പലവട്ടം ജബൽപൂർ അടക്കം മധ്യപ്രദേശിലെ വിവിധയിടങ്ങളിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ അത്തരമൊരു അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് മേൽ വീണ്ടും ഒരിക്കൽ കൂടി ഇത്തരം സംഭവം ഉണ്ടായത് ആ അരക്ഷിതാവസ്ഥ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ജി.കെ. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.